ഹായ് ബ്യൂട്ടിഫുൾ ഹാർട്ട്സ്. ബിഗ് ബോസ് സീസൺ 7 അനുമോളാണ് വിന്നർ. അപ്പോൾ ഇപ്രാവശ്യത്തെ സീസൺ എന്ന് പറയുന്നത് നല്ലൊരു സീസണായിരുന്നു അല്ലേ? കാരണം ഒരുപാട് നല്ല കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. അതുകൂടാതെ തന്നെ ഈ പ്രാവശ്യം ഏഷ്യാനെറ്റ് സോഷ്യൽ മീഡിയയിൽ എൻഗേജ് ചെയ്യുന്ന വിധവും അടിപൊളിയായിരുന്നു. കാരണം അവർ ലൈൻ കട്ടെന്ന് പറയുന്ന സംഭവങ്ങൾ കൊണ്ടുവരികയും എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ചെയ്ത ആങ്കറും എല്ലാം ഒന്നിനൊന്നും മെച്ചമായ ഒരു സീസണാണ് ഇപ്രാവശ്യത്തെ. പക്ഷേ അനുമോള് വിന്നറായെക്കുറിച്ച് എൻ്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ. എനിക്ക് അനുമോള് വിന്നറായാൽ തീരെ ഡിസർവിങ് അല്ല എന്ന് തോന്നി. ബാക്കിയുള്ള കണ്ടസ്റ്റിനെ അപേക്ഷിച്ച് അനുമോള് മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള ഇപ്പം നവീനായാലും ആര്യനായാലും ആദില നൂറ എടുത്ത് നോക്കിയാണേലും അവരൊക്കെ നല്ല രീതിയിൽ പ്ലേ ചെയ്ത ആൾക്കാരായിരുന്നു. അനീഷാണേലും. അപ്പം അനുമോളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ കുറച്ച് നല്ല കണ്ടസ്റ്റൻറ്റിനെ ഏഷ്യാനെറ്റ് നേരത്തെ പുറത്താക്കിയ പോലെ എനിക്ക് തോന്നി. പ്രേക്ഷകരുടെ വോട്ടാണെന്നൊക്കെ പറഞ്ഞാലും ഇത് സത്യത്തിൽ പറഞ്ഞ ഒരു കൊമേഴ്ഷ്യൽ ഷോയാണ്. അപ്പം അവർ ആരും വിചാരിക്കാത്ത ഒരു രീതിയിലേ അതിനെ എപ്പോഴും എൻഡ് ചെയ്യുള്ളൂ. അത് ഏഷ്യാനെറ്റിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. ഇത്രയും പേര് കാണുന്ന ഒരു കോർപ്പറേറ്റ് ഷോ അല്ലേ. അപ്പം അതിൻ്റെ ഒരു സ്ട്രാറ്റജി അവർക്കും ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നിയത് ഒന്നുകൂടെ ഡിസർവിങ് ആയിട്ട് തോന്നിയ നവീൻ അല്ലെങ്കിൽ ആദില നൂറായിരുന്നു. കാരണം അവരൊക്കെ നല്ല രീതിയിൽ ഗെയിം കളിച്ച ആൾക്കാരുമാണ്. പിന്നെ അവരെന്തുകൊണ്ട് പുറത്താക്കിയെന്ന് എനിക്കറിയില്ല. കാരണം നൂറയൊക്കെ ശരിക്കും ഡിസർവിങ് ആയിരുന്നു. ലാസ്റ്റ് വരെ എത്തി നല്ല ഡിസർവിങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. കാരണം അവർക്ക് അവരുടേതായ വ്യക്തമായ നിലപാടുകൾ ഉണ്ടായിരുന്നു. ആദില നൂറയ്ക്കാണേലും അവർക്ക് വ്യക്തമായ ഒരു നിലപാടുണ്ടായിരുന്നു. നവീനാണെങ്കിൽ നല്ലൊരു എൻ്റർടൈനർ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് നവീനെ പോലെ ഇത്രയും എൻ്റർടൈനറായ ഒരു കണ്ടസ്റ്റൻറ്റ് ഇതിന് മുന്നേ വന്നിട്ടില്ല. അപ്പോൾ അത്രയും പിന്നെ സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ കാണുന്നവരെയൊക്കെ കൂടുതൽ എൻഗേജ് ചെയ്ത് നമ്മളെ നന്നായിട്ട് ചിരിപ്പിച്ച ഒരു ആളായിരുന്നു നവീൻ. അതുകൂടാതെ അനീഷാണേലും അനീഷ് നന്നായിട്ട് വ്യക്തമായിട്ട് ഇത് ഷോ പഠിച്ചു വന്ന ഒരാളാണ്. അപ്പം പിന്നെ അനുമോള് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അനീഷ് നല്ല രീതിയിൽ ഇതിനെ ടൈം എടുത്ത് പഠിച്ച് കോമണറായിട്ട് വന്ന് നല്ല രീതിയിൽ പഠിച്ച് കളിച്ച ഒരാളാണ് അനീഷ്. അതിൻ്റെ തുടക്കം മുതലേ നല്ല രീതിയിലുള്ള വെറുപ്പിക്കുന്നുമുണ്ട്. കോമണറായിട്ട് വന്ന് ഓക്കെ ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് ആ രീതിയിൽ ആ സ്ട്രാറ്റജിയിൽ അനീഷ് അതിനെ കൊണ്ടുപോയി. അനുമോള് സത്യം പറഞ്ഞ ഒരു ഡ്രാമ ക്യൂനാണ്. മേ ബി പുള്ളിക്കാരിയുടെ സ്ട്രാറ്റജി അതായിരിക്കും, അങ്ങനെ ആയിരിക്കും, അതിനെ കൊണ്ടുപോകാനായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, എനിക്കറിയില്ല. പക്ഷെ അനുമോള് എനിക്ക് ഒട്ടും ഹാപ്പിയല്ല. അങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റ് അനുമോള് മോശമാണെന്നോ ഒന്നും അല്ല കേട്ടോ പറഞ്ഞതിൻ്റെ അർത്ഥം. ബാക്കിയുള്ള ഇപ്പോൾ ആദില നൂറ അല്ലെ നവീൻ, ആര്യൻ ഇവരൊക്കെ അനീഷ് ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി അവരുടെ അടുത്തേക്ക് എത്താനുള്ള ഒരു ഇതുപോലും അനുമോൾക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഇത്. പിന്നെ നല്ലൊരു സീസൺ ആയിരുന്നു ഇത്. നല്ല പൊട്ടൻഷ്യലുള്ള കാൻഡിഡേറ്റ്സും ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു മുന്നുള്ള സീസണെ സംബന്ധിച്ച്. അപ്പം എനിക്ക് തോന്നിയ ഇത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. ഞാൻ ഈ ഷോ അത്ര അങ്ങോട്ട് കണ്ടിട്ടില്ല. ഞാൻ മറ്റേ അഖിൽമാരാരുടെയും ഒക്കെ ഷോയൊക്കെ ഒരു എപ്പിസോഡ് ഇടാതെ പോലും കണ്ട ഒരാളാണ്. സാബുമോൻ്റെയും അഖിൽമാരാരുടെയും ഒക്കെ. അതൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ അത്രയും വെറുത്തായിരുന്നു. ഇപ്രാവശ്യത്തും നല്ലൊരു സീസണായിരുന്നു. നല്ല പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ പോലും അത് ലാസ്റ്റ് വന്നപ്പോൾ അത് എപ്പോഴും അങ്ങനെയാണ്. ബിഗ് ബോസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരാൾ ഒരിക്കലും അതിൽ വിന്നറാവില്ല. അല്ലാത്ത ഒരാളെ അവർ വിന്നറാക്കുള്ളൂ. അറ്റ് ലാസ്റ്റ് ഇതൊരു കൊമേഴ്ഷ്യൽ ഷോയാണ്. അപ്പം അതിൻ്റെതായൊരു ആസ്പെക്റ്റ് അതിനുമുണ്ട്, അതിൻ്റെ ഒരു സ്ട്രാറ്റജി അതിനുമുണ്ട്. ഇത് സ്ക്രിപ്റ്റഡ് അല്ല എന്ന് നമ്മൾ പറയുന്നെങ്കിലും ഒരു രീതിയിൽ ഇത് സ്ക്രിപ്റ്റഡ് ആണ്. കാരണം ഒരാളുടെ എന്തൊക്കെ കണ്ടന്റ്
പുറത്ത് പോകണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. അപ്പം അവർ വിചാരിച്ച ഒരാളെ നല്ലതും ആക്കാം ചീത്തയെ ആക്കാം. കാരണം ഒരാളെക്കുറിച്ചുള്ള മോശം കണ്ടൻറ്റുകൾ മാത്രം പിന്നെ പുറത്ത് വിട്ടാൽ മതി, അപ്പോൾ അയാൾ മോശക്കാരനായി. ഒരാളെക്കുറിച്ചുള്ള നല്ല കണ്ടൻറ്റുകൾ മാത്രം ഇതാക്കിയിട്ട് പുറത്ത് വിട്ടാൽ അയാൾ നല്ല ആളായി. അപ്പോൾ ഇത് അൾട്ടിമേറ്റ്ലി ഇതൊരു കൊമേർഷ്യൽ ഷോയാണ്. അവരതിൻ്റെ രീതിയിൽ അതിനെ കൊണ്ടുപോകും. ഇപ്പം മുന്നത്തെ സീസൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് കൊടുത്തിട്ടുള്ള ഒരാളാണ് ജാസ്മിന് അതിന് വിന്നറായിട്ടില്ല, ജിൻജോയ്ക്കാണ് കപ്പ് കിട്ടിയത്. അപ്പം ഏഷ്യാനെറ്റ് അതിന് ആ രീതിയിൽ അത് കൊണ്ടുപോകുള്ളൂ. അങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അവർക്കുണ്ട്. പിന്നെ മുന്നുള്ള സീസണെ അപേക്ഷിച്ച് എനിക്ക് തോന്നിയത് ഇതിൻ്റെ മുന്നേ ചെയ്ത ഒരു ഡയറക്ടർ അല്ല എന്ന് തോന്നുന്നു ഈ ഷോ ചെയ്തത്. ഡിഫറെൻ്റ് ആയിട്ടാണ് അതിനെ അപ്രോച്ച് ചെയ്ത് കൊണ്ടുവന്ന രീതിയും മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ട്. പിന്നെ ലാലേട്ടനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂല. കാരണം ലാലേട്ടന് അപ്പുറത്തേക്ക് ഒരാൾ ഈ ഷോ ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല ബെറ്റർ ആവുന്നത്. അത്രയും അടിപൊളിയായിട്ട് ലാലേട്ടൻ ഈ ഷോവിനെ കൊണ്ടുപോകുന്നത്. അപ്പം അതിൻ്റെ ക്രൂ ആയാലും പിന്നെ എനിക്ക് അതിനെ എടുത്ത് പറയപ്പെട്ട നമ്മുടെ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ഒക്കെ ഇതാക്കുന്ന ഓരോരുത്തർ ഔട്ടാകുമ്പം ഉള്ള ലൈൻ കട്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഒരു ആങ്കറിനെ കൊണ്ടുവരുന്നുണ്ട്. ആ ആങ്കർ നല്ല രീതിയിലുള്ള ചോദ്യങ്ങളും ഇപ്രാവശ്യം തനി റോ ആയിട്ടാണ് ചോദ്യങ്ങളൊക്കെയും, കുറേ ഫേക്കുകളില്ലാതെ തനി റോ ആയിട്ടുള്ള ചോദ്യങ്ങളും കൂടുതലും അവർ ഏഷ്യാനെറ്റ് നല്ല രീതിയിൽ ഇപ്രാവശ്യം സോഷ്യൽ മീഡിയയിൽ എൻഗേജ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു സീസൺ 8 വരുമ്പോൾ ഇതിൽ കൂടുതൽ അവർ ഇമ്പ്രൂവ് ആക്കുന്നു തോന്നുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ നല്ലൊരു തരംഗം സൃഷ്ടിക്കാൻ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിനായി.